ക്വിസീൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാൽസ വെർഡെ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കിതിനായിട്ട് വേണ്ടിയത് ഒരു 200 ഗ്രാം പച്ചത്തക്കാളി, എരിവിനനുസരിച്ച് മുളക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെറാനോ ചില്ലീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മുളകാണ്. സാധാരണ പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് എരിവ്, ഹലപ്പീനിയോ ഉപയോഗിക്കുന്നെങ്കിൽ അതനുസരിച്ച്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 6 മുളകാണ്, ഒരു സവോളയുടെ പകുതി. ഇത്ര സാധനങ്ങൾ നമ്മൾ ഒന്നെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ ഓവനകത്ത് ബ്രോയിൽ ചെയ്യും, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ ചെയ്യുന്നത്. രണ്ടാമത്തെ സെറ്റ് ഇൻഗ്രീഡിയൻസ് വരുന്നത് 4 ഗാർലിക് ക്ലൗസ്, ഒരു ബഞ്ച് സിലാൻഡ്രോ, 2 നാരങ്ങ. ഇത് നമ്മൾ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അന്നേരം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സ്റ്റെപ്പ് 1 കിടക്കാം. അത് ഞാനിവിടെ എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിൻ്റെ മാക്സിമം ഹീറ്റ് സെറ്റിങ്ങിലിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. ഇതേ സെയിം സ്റ്റെപ്പ് നമുക്ക് ഓവനിലോ ഒരു തിളപ്പിക്കലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ എയർ ഫ്രയറാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ അവൈലബിൾ ആ ഒരു ബ്രോയിലിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഹയസ്റ്റ് സെറ്റിങ്ങിൽ ഒരു 15 മിനിറ്റ്. ഇതൊന്ന് ബ്രൗൺ കളറ്, ചെറുതായൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഇത് ടോസ്റ്റ് ചെയ്യണം. 400 ഇതിൻ്റെ മാക്സിമം. ഞാനൊരു 20 മിനിറ്റാണ് വയ്ക്കുന്നത്. ഇനിയും അതനുസരിച്ച് ഞാൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പരുവാകുമ്പോൾ അത് പുറത്തെടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ടോസ്റ്റിംഗ് ആയോ നോക്കാം. ഇതാണ് നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച ഒരു ലെവല്. നമുക്കാദ്യം ഈ ഭാഗം അരച്ച് തുടങ്ങാം. എല്ലാം കൂടി ഒരുമിച്ച് ഇതിനകത്ത് അരയ്ക്കാം. ഒരേ സമയത്ത് ഒരുമിച്ച് അരയ്ക്കാൻ പറ്റില്ല. ഒരു ഭാഗം ഒന്ന് അരച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് ബാക്കി അരയ്ക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ചുമ്മാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിക്കകത്ത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ ചെയ്യാം. അരകല്ലാണുള്ളതെങ്കിൽ അരകല്ല്, നമ്മുടെ വീട്ടിലെ അരയ്ക്കാൻ ഏതാണോ നമുക്ക് സൗകര്യം അതിൽ അരയ്ക്കാവുന്നതാണ്. നമുക്ക് പുളിയും ഉപ്പും അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഉപ്പിടുവാണ്. നമുക്ക് നാരങ്ങ പിഴിയാം. നമ്മൾ ഉദ്ദേശിച്ച പുളിയും ഉപ്പും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടാക്കോയിൽ ബിൽഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സിലാൻഡ്രോ ആദ്യം വയ്ക്കുന്നു, കുറച്ച് ഒണിയൻ, പിന്നെ നമ്മുടെ സൽസ,